നമ്മളെല്ലാവരും ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ വലിയ വാഹനം ഓടിച്ച് പോകുന്നവർ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോകുന്നതെങ്കിൽ എന്തായാലും പണി കിട്ടും. കാരണം ഗൂഗിൾ മാപ്പിൽ അതിനുള്ള ഓപ്ഷൻ ഇല്ല. എന്നാൽ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി മാപ്പ് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഈ ഒരു മാപ്പ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ യാത്ര പോകുന്നതെങ്കിൽ, വലിയ വാഹനമാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്ര ഇന്ധനം വേണം എന്ന് മുൻകൂട്ടി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുമാത്രമല്ല, ഇതിൻ്റെ അകത്ത് 3D വ്യൂ ഉണ്ട്. ഇനി നിങ്ങൾ പോകുന്ന സ്ഥലത്തിൽ എവിടെയെങ്കിലും ട്രാഫിക് ജാം ഉണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയിച്ചു തരികയും ചെയ്യും. നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾക്കിത് വഴി പറഞ്ഞു തരും. നിങ്ങളുടെ ലാംഗ്വേജിൽ ഇത് നിങ്ങളുടെ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യും. അതുമാത്രമല്ല, ഒരുപാട് ഫെസിലിറ്റീസ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഏതാണ് എന്നും എങ്ങനെ ഉപയോഗിക്കാമെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ്റെ പെർമിഷൻ ചോദിക്കും. വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ചോദിച്ചാൽ അലോ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മാപ്പ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി എവിടേക്കാണ് നിങ്ങൾക്ക് യാത്ര പോകേണ്ടത്? ഇവിടെ സെർച്ച് ബാറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കാലിക്കറ്റ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യാണ്. കാലിക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് യാത്ര പുറപ്പെടാം. ഇവിടെ ഡയറക്ഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കാലിക്കറ്റിലേക്ക് പോകേണ്ട മാപ്പ് ഇവിടെ റെഡിയായി വന്നു കഴിഞ്ഞു. എത്ര മണിക്കൂറാണ് നമുക്ക് അവിടേക്ക് എത്തിച്ചേരാൻ വേണ്ടി വരിക, അതുപോലെ തന്നെ എത്ര കിലോമീറ്ററാണ് ഉള്ളത്, എല്ലാം കൃത്യമായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മുകളിൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. കാറ്, അതുപോലെ തന്നെ ബൈക്ക്, ട്രക്ക്, അതുപോലെ തന്നെ നടന്നു പോകുന്ന ആളാണെങ്കിൽ അത്, അതുപോലെ തന്നെ ട്രെയിൻ. ഇനി ട്രക്ക്, ബസ് പോലുള്ള വലിയ വാഹനങ്ങൾ ഓടിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഇവിടെ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട റൂട്ട് നിങ്ങൾക്ക് ഇവിടെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. താഴെ എത്ര മണിക്കൂർ കൊണ്ടാണ് നിങ്ങൾ എത്തിച്ചേരുക, എത്ര കിലോമീറ്റർ ഉണ്ട്, എല്ലാം കാണാൻ സാധിക്കും. അതിനും താഴെയായിട്ട് എത്രയാണ് ഡീസൽ നമുക്ക് ചിലവാകുക, അതും ഇവിടെ കൃത്യമായിട്ട് എഴുതി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് ഗൂഗിൾ മാപ്പിൽ കാണാൻ സാധിക്കില്ല. ഇനി നമുക്കിവിടെ സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഇതാ ഇവിടെ ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ 3D വ്യൂ ഉണ്ട്, അത് നിങ്ങൾ ഓപ്പൺ ആക്കി വെക്കുക. അതുപോലെ തന്നെ വിഷ്വൽ ട്രാഫിക് എന്ന ഓപ്ഷനും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾ പോകുന്ന റൂട്ടിൽ എവിടെയെങ്കിലും ട്രാഫിക് ഉണ്ടെങ്കിൽ മുൻകൂട്ടി നിങ്ങളെ അറിയിച്ചു തരും. ഓക്കെ, ഇനി സാറ്റലൈറ്റ് വ്യൂ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് വ്യൂ വേണമെങ്കിലും ഇവിടെ സെലക്ട് ചെയ്തിട്ട് യാത്ര പുറപ്പെടാം. ഞാനിപ്പോൾ നോർമൽ വ്യൂ തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതിൽ നിന്ന് ബാക്ക് വരികയാണ്. ഇപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് കൊടുത്ത് നോക്കാം. സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഇംഗ്ലീഷിലായിരിക്കും നമുക്ക് വഴി പറഞ്ഞു തരിക. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിൽ പറയണം എന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുന്നതിന് മുമ്പേ അതിൻ്റെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഞാനിതിൽ നിന്ന് ബാക്ക് വരികയാണ്. ബാക്ക് വന്നിട്ട് ഇതാ ഇവിടെ തന്നെ 3 ലൈൻസ് കാണാൻ സാധിക്കും. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 3 ലൈൻസ്, ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ സെറ്റ് ലാംഗ്വേജ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണ് അത് സെലക്ട് ചെയ്യുക. ഇപ്പം ഞാൻ മലയാളം സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എഴുതി കാണിക്കുന്നതെല്ലാം തന്നെ മലയാളത്തിലായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വഴി പറഞ്ഞു തരുന്നതും മലയാളത്തിൽ തന്നെ ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇനി ഇവിടെ മുകളിൽ ഈ ഒരു ഐക്കണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും പെട്രോൾ പമ്പ് ഉണ്ടെങ്കിൽ, എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ, ഫാർമസി ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ സെലക്ട് ചെയ്തിട്ട് കണ്ടെത്താവുന്നതാണ്. അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല ഓപ്ഷൻസ് ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എവിടേക്കെങ്കിലും യാത്ര പുറപ്പെടുമ്പോൾ ഈ ഒരു മാപ്പ് ഉപയോഗിച്ച് നിങ്ങൾ യാത്ര ചെയ്ത് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ, ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.